ശബരിമലയിൽ മകരവിളക്ക് മഹോത്സവത്തിന് എത്തുന്ന ഭക്തർക്ക് യാതൊരുവിധ സുരക്ഷയും ഇല്ല എന്ന റിപ്പോർട്ടുകൾ. കർമ്മ ന്യൂസ് എക്സ്ക്ലൂസീവ്. മകരവിളക്കിന് ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ലക്ഷക്കണക്കിന് ഭക്തരാണ് സന്നിധാനത്ത് എത്തുന്നത്. എന്നാൽ അവർക്കുള്ള യാതൊരു സുരക്ഷയും ഇവിടെ ഇല്ല എന്ന് തെളിയിക്കുന്നതാണ് ചില ദൃശ്യങ്ങളിലൂടെ വ്യക്തമാകുന്നത്. ദൃശ്യങ്ങളിലേക്ക്. മകരവിളക്ക് ദർശിക്കാൻ ബാത്റൂമുകൾക്ക് മുകളിൽ കിടന്നുറങ്ങുന്ന സ്വാമിമാരും ഇഴജന്തുക്കൾ എത്തുന്ന സ്ഥലങ്ങളിൽ കിടന്നുറങ്ങുന്ന ഭക്തജനങ്ങളെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. മാലിന്യ കൂമ്പാരത്തിന് നടുവിൽ പോലും ഭക്തർ വിരിവെച്ച് കിടക്കുകയാണ്. ഇത് എപ്പോഴും കാണുന്ന ദൃശ്യമായി തള്ളിക്കളയാം. എന്നാൽ ഭക്തരുടെ ജീവൻ പണയം വെച്ചുള്ള കളിയാണ് ഇവിടെ നടക്കുന്നത്. പണവും സ്വാധീനവും ഉള്ളവർക്ക് എന്തും ലഭിക്കുന്ന അവസ്ഥയാണ് അതേസമയം നിലവിലുള്ളത് എന്ന പരാതിയും ഉയരുന്നു. അതേസമയം മകരവിളക്കിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ സന്നിധാനം ഭക്തിസാന്ദ്രമാണ്. മകരവിളക്കിന് മുന്നോടിയായി കഴിഞ്ഞ ദിവസം വൈകുന്നേരം പ്രാസാദ ശുദ്ധിക്രിയകൾ നടന്നു. ഇന്ന് ഉഷപൂജയ്ക്ക് ശേഷം ബിംബശുദ്ധിക്രിയ. 15-നാണ് മകരവിളക്ക്. പുലർച്ചെ 2-ന് നട തുറക്കും. 2:46-ന് മകരസംക്രമ പൂജ, നെയ്യഭിഷേകം നടക്കും. പതിവ് പൂജകൾക്ക് ശേഷം വൈകിട്ട് 5-നാണ് നട തുറക്കുക. തുടർന്ന് തിരുവാഭരണം സ്വീകരിക്കുന്നതിനുള്ള പുറപ്പെടൽ ചടങ്ങ് നടക്കും. 5:30-ന് ശരംകുത്തിയിൽ തിരുവാഭരണ ഘോഷയാത്രയെ ആചാരപൂർവ്വം സ്വീകരിക്കും. 6:15-ന് കൊടിമര ചുവട്ടിൽ തിരുവാഭരണ പേടകത്തെ സ്വീകരിക്കും. തിരുവാഭരണം ചാർത്തിയുള്ള ദീപാരാധന 6:30-ന്. ശേഷം മകരവിളക്ക്, മകരജ്യോതി ദർശനം എന്നിവ നടക്കും. 15-ന് വൈകിട്ട് മണിമണ്ഡപത്തിൽ കളമെഴുത്ത് ആരംഭിക്കും. 15, 16, 17, 18 തീയതികളിൽ മണിമണ്ഡപത്തിൽ നിന്ന് 18-ാം പടിക്ക് മുന്നിലേക്ക് അയ്യപ്പസ്വാമിയുടെ എഴുന്നള്ളിപ്പും നായാട്ടുവിളിയും നടക്കും. 18 വരെ ഭക്തർക്ക് തിരുവാഭരണം ഭൂഷിതനായ അയ്യപ്പസ്വാമിയെ ദർശിക്കാം. 19 വരെ മാത്രമേ തീർത്ഥാടകർക്ക് നെയ്യഭിഷേകം ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരിക്കുകയുള്ളൂ. 19-ന് മണിമണ്ഡപത്തിൽ നിന്ന് ശരംകുത്തിയിലേക്കുള്ള എഴുന്നള്ളത്ത് നടക്കും. 20-ന് രാത്രി 10-ന് മാളികപ്പുറം ക്ഷേത്ര സന്നിധിയിൽ ഗുരുതി നടക്കും. 21-ന് പുലർച്ചെ തിരുവാഭരണ പേടകം തിരിച്ചെഴുന്നള്ളിക്കും. തുടർന്ന് പന്തളം രാജപ്രതിനിധി ശബരീശ ദർശനം നടത്തിയ ശേഷം ഹരിവരാസനം പാടി ശ്രീകോവിലിൽ നടയടയ്ക്കും. മകരവിളക്ക് ദർശനത്തിനായി ശബരീശ സന്നിധിയിലേക്ക് തീർത്ഥാടകർ ഒഴുകുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.